ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറകിലുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ശ്രുതിയുമുണ്ട്, അമ്മയുണ്ട് പുറകിൽ. എല്ലാവരെയും നമ്മളിന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയാണ് വന്നേക്കണത്. കൊതിപ്പിക്കുന്ന വെച്ചാൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യേണ്ടത് ഫുള്ളിരുന്ന് കാണണം. നമ്മൾ വെച്ചാൽ എല്ലാവർക്കും കൊതി ഒരു കിട്ടില്ല സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളൊരു പഴയ കാലത്തേക്ക് സഞ്ചരിക്കാൻ പോകണം. ആരാ പോണത്? ആരത്? അപ്പൊ ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ മുഖത്ത് തേക്കാൻ പോയതുണ്ട്. അപ്പൊ അതെ അതെ അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് കൊറേ മിഠായികൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ആവശ്യം വന്നില്ല. എന്നാലും അപ്പൊ അത് ബാഗിൽ നിന്ന് പിപ്പെടുത്ത് അതെ, മിഠായിയുടെ ആവശ്യമൊന്നുമല്ല. അതിന് മുന്നേ സെക്കൻഡ്സ് ഓൺ ആയിട്ടിരിക്കുന്നു അല്ലേ? സെക്കൻഡ്സ് വെച്ചാൽ ഇങ്ങനെ എന്താണെങ്കിലും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്ന് നമ്മൾ കൊതിപ്പിക്കാൻ പോകണം അല്ലേ? കൊതിപ്പിക്കാം. അമ്മ അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട, ബാക്കി കാലം സെറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ ഇത് ഇങ്ങനെ സ്കിപ്പ് ആക്കണ്ട് കാണോട്ടാ. ഒരു അല്ലേ നൊസ്റ്റു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ നമ്മള് നേരെ അടുക്കളേക്ക് വരുമ്പോ ഇവിടെ ആളുണ്ട് കേട്ടാ. എന്താ ഉണ്ടാക്കാൻ പോണത്? കഞ്ഞല്ല, നമ്മൾ എന്താണ് നൊസ്റ്റാൾജിയിലേക്ക് പോകുന്നത്. ഇവിടെ ഒരിക്കലും അരച്ചോട്ടില്ല ചമ്മന്തി. അതെ, ശ്രുതിക്ക് ഇത് ഞങ്ങൾ കോപ്പി അടിയാണ്ട വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യണത്. ആ വീഡിയോ കണ്ടപ്പോ ശ്രുതിക്ക് ഇഷ്ടമായിരുന്നു. ആഗ്രഹം, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. ഇത് കണ്ടാൽ തന്നെ ആർക്കാണ് കൊതി വരാത്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊതി വരുത്. നമ്മുടെ കാന്താരി മുളക്, പച്ചക്കുരുമുളക്, പുളി, ചെറിയുള്ളി, ഉപ്പ്, തേങ്ങ. ഇതിപ്പോ നമുക്ക് അതാണ് ഇത്ര സാധനം കൊണ്ട് ഒരു കീട്ടിലും പിടുത്തം. ഇത് കാണുന്നത് പറയുമ്പോ തന്നെ ഇങ്ങനെ സംഭവം വരില്ലേ ഇല്ലേ? ആ അപ്പൊ പുളിയൊക്കെ അല്ലേ? അപ്പൊ സംഭവം ഇത് ചെയ്തോണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടിയാണ് അല്ലേ? സക്സസ് ആവണെങ്കിൽ ഒരു വെറൈറ്റി തീറ്റ കാണിച്ചു തരാം. സക്സസ് ആവും. പിന്നെ പറയാനുണ്ടോ? പിന്നെ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണല്ലേ? ഞങ്ങളും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണേ. അപ്പൊ നമുക്ക് ചമ്മന്തിയിലേക്ക് പോവാം. അതെ, ചമ്മന്തിയിലേക്ക് പോവാം അല്ലേ? ഓ ഗായ്സ്, അപ്പൊ നോക്കി നേരെ നമ്മൾ ഇറങ്ങി വന്നേക്കേണ്ട. എന്താണ് സംഭവം? അപ്പൊ നമ്മ മിക്സിയിലൊന്നുമല്ല ഇറക്കണത്, നമ്മുടെ കല്ലില് അല്ലേ? നമ്മുടെ സ്വന്തം കല്ലില് ചമ്മന്തി ഇറക്കുമ്പോ മാത്രമേ കല്ല് പ്രവർത്തിക്കുള്ളൂ. അതെ, അതിനുശേഷം മൂടിയിട്ടത്. അതെ, അടുത്ത ചമ്മന്തിക്ക് ഇന്ന് നമ്മള് ചമ്മന്തി കഴിക്കാൻ പോണത് എല്ലാ രീതിക്കും വ്യത്യസ്തമാണ് കേട്ടോ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മുടെ വന്ന വഴികളിലൊക്കെ ഈ സാധനം കുറെ നിപ്പുണ്ടാവും എവിടെയെങ്കിലൊക്കെ അല്ലേ? ചോദിച്ചിട്ട് വാങ്ങിക്കാം. ഇവിടെ ഉണ്ടായതല്ല, ഇത് മഞ്ജു നമ്മുടെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അരച്ച് പണി തുടങ്ങിയാലോ? ബാ, പരിപാടി തുടങ്ങാൻ പോണേ കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നേരെ പരിപാടി തുടങ്ങിയാലോ? ചതക്കട്ടെ, എല്ലാവരുടെ അനുഭവം ചോദിച്ചിട്ടുണ്ട്. അതെ, പുളിച്ചതഞ്ഞപ്പോ തന്നെ വായിലുള്ള വരണ്ട. അല്ലെ കുരു എടുത്ത് കളയാം. കഴിക്കോ? ഇത് നമ്മള് വെറുതെ നമുക്ക് കഴിക്കും, അല്ലാണ്ട് കഴിച്ചിട്ടൊന്നുമില്ല. അമ്മ കഴിച്ചിട്ടില്ലല്ലോ ഇത്. 60 വയസ്സിന്റെ ഇടക്ക് 74 വയസ്സിനിടക്ക് അമ്മയും കഴിച്ചിട്ടില്ല. അതെ, അമ്മ ആദ്യമായിട്ട് കഴിക്കാൻ പോണേന്. അങ്ങനെയുണ്ട്. അറിയണ നമ്മുടെ കുരുമുളക് ഇടാ, നമ്മുടെ പച്ചക്കാന്താരി മുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, അങ്ങനെ നമ്മളെല്ലാം ഇട്ടും എന്നിട്ട് ഇതൊന്ന് ഒതുക്കട്ടെ കേട്ടാ. ഞാൻ മരിച്ചു. അയ്യോ, പുള്ളി ഇത് നമ്മളെല്ലാം കൂടെ അരക്കോല്ലേ? ഇനി തേങ്ങയിട്ട് കാണിച്ച തേങ്ങട്ടെ. തേങ്ങ ഇപ്പൊ തന്നെ ഇടാനല്ലേ? ഇപ്പൊ തന്നെ കഴിഞ്ഞു. തേങ്ങ കറി പറയും. ഇത്രയും പെട്ടെന്ന് കഴിയണൊരു പണി വേറെ ഇല്ല. കറിയായി, അതും കുറച്ചുള്ളെങ്കിലും കുറെ കഴിക്കാൻ പറ്റുന്ന കറി. നല്ല മണമൊക്കെ കിട്ടാം. പുള്ളിയുടെ ഒക്കെ മണമല്ലേ? പിന്നെ നമ്മുടെ കാന്താരി മുളകും കുരുമുളകും ഉണ്ടല്ലോ, അതിൻ്റെ മണം വേറെ തന്നെ. ഇവിടെ
ചെറുതായിട്ട് റീലിന്റെ പോഷന് പോണുണ്ട്, അതാണ് മിണ്ടാണ്ടിക്കണത്. സംബന്ധം വെച്ചിട്ട് നമുക്ക് അരച്ചൊക്കെ കണ്ടു കാണിച്ചു തരാം അല്ലേ? നോക്കി നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടത്തേക്ക് കേട്ടാ ചമ്മന്തിയൊക്കെ അരഞ്ഞാതി ഇതേപോലെ ആയിട്ടുണ്ട് അല്ലേ അമ്മ? സെറ്റായി അല്ലേ? അമ്മ അടച്ചിരിക്കണ്. ഇപ്പൊ ഇങ്ങനെ ആരക്കാരല്ലേ നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യണത് ചെയ്യണത് അല്ലേ? പണ്ടൊക്കെ അരച്ചാൻ കറി വെച്ചിരുന്നു എന്റെ പൊന്നേ. ഇപ്പൊ അല്ലേ മിക്സിയിലിട്ട്. ഓക്കെ, എനിക്കൊക്കെ ഒരിക്കലും വീട്ടിൽ അരക്കണം ജോലി. ഒരാൾ മീൻ വെട്ടി ഒരാൾ അരക്കണം. നല്ല വെണ്ണ പോലെ അറിയണം, അല്ലെങ്കിൽ ശരി പിണങ്ങും. അരപ്പ് കലക്കുമ്പോ അറിയാം അരഞ്ഞിട്ടുണ്ടായില്ലെന്ന്. അല്ലെങ്കിൽ പിണങ്ങും വേഷം കെട്ട് അത് പിണങ്ങൂന്നാ. അതിന്റെ ഇടയ്ക്ക് ഒരാൾ നമ്മ ഇതിലിട്ട് കഴിക്കാൻ പോണ സാധനം എടുക്കാൻ വേണ്ടി പോയിക്കണ്ടാവും. അത് ഇത് എടുക്കാനായിട്ടൊരു പാത്രം എടുക്കാൻ പറഞ്ഞപ്പോ ചോറ് കൊടുത്തുണ്ടരാന്ന് എടുത്തുണ്ടോ തീർന്നിട്ട് വാ വരോ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മളുടെ ഇടവേള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കണേണ്, അല്ലാണ്ട് അല്ലേ? ചെല്ലിപ്പുളി മാങ്ങാതെ അതൊക്കെ ചമ്മന്തി അരക്കാറുള്ളതാണ്. ഈ പുളി ഞാനും ചമ്മന്തി അരച്ചിട്ടില്ല. പക്ഷെ നല്ലതാന്ന് തോന്നണല്ലേ? നല്ല പുളി ഉണ്ടാവും. കണ്ട നല്ല കാന്താരി മുളകും നല്ല കുരുമുളകും എല്ലാം ഇട്ടുണ്ട്. നല്ല എരിവും ഉണ്ടാവും. നല്ല പുളിയുടെ മണവും വരുന്നുണ്ട്. ഒരാള് അവിടെ ചോറായിട്ട് ഞാൻ ഒരുപാട് ഇട്ടില്ല. എന്താണ് അതെ, ഒരാള് ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ. വെളിച്ചെണ്ണ, ചോറ്, ചമ്മന്തി വെക്കാൻ ഇത്രയും വലിയ പാത്രം വേണ്ടായിരുന്നു. ഇരുന്നോട്ടെ. സംഭവം വെച്ചാൽ നമ്മള് മാറ്റിയാണത്. കുഞ്ഞിപ്പാത്രം പിടിക്കട്ടെ. അയ്യോ കണ്ണാ ചോറ ഇത് പിടിക്കും. അതെ, പ്ലേറ്റ് മാറ്റി. ഇനി ഇതിലേക്ക് അമ്മ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ 2 ക്യാമറ പിടിക്കുന്നുണ്ട്. അതെ, കൊണ്ടുവന്നിട്ടില്ല. ഓടിയോ എഴുത്തിന് ഉപ്പിയെ കളയണ്ടേ കൊണ്ട് 2 ക്യാമറ പിടിക്കണ്ട എന്റെ കയ്യിൽ. അപ്പൊ ഇപ്പൊ ചോറുമായിട്ടാണ് കണ്ടോ. അല്ലെങ്കിൽ അങ്ങനെ മടിയനാണ്. അപ്പൊ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. 2 കയ്യിൽ ഫോൺ ചോറൊക്കെ കൂടി ഒറ്റക്ക് നടക്കൂല. വേഗം ആസ്വദി. നമ്മള് നേരെ അതിലേക്ക് ചോറിടാൻ പോണേണ്ട അല്ലേ? ചോറ് നേരെ ഇട്ടിട്ട് നല്ല ചോറ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കുഴക്കണം അല്ലേ? കല്ലുമ്മക്കായി ചോറ്. അതെ, ഇങ്ങനെ ഇട്ടുക. ചോറൊക്കെ ഞാൻ എന്തോരം തിന്നിട്ടുണ്ട് ദൈവമേ. ഇങ്ങനെ വടിച്ചെടുത്തല്ലേ? ടേസ്റ്റാന്നറിയാമോ? വടിച്ച് ഇതേപോലെ അങ്ങനെ ഇട്ടിക്കണം. ഓ എന്റെ സാറേ, ഇത് കണ്ടിട്ടുണ്ട് കൊതിവല്ലേ എനിക്ക്. ഇത്രയും ടേസ്റ്റൊക്കെ എത്ര കുഴിമന്തിക്കും. അതെന്നെ കൊള്ളിച്ചാണല്ലോ, എന്നെ കൊള്ളിച്ചാണല്ലോ അല്ലേ? മോനെ കൊള്ളിച്ചാണ്. കുഴച്ചു വെച്ചില്ലേ? ഒന്നിനും ഉണ്ടാവൂല. ഇങ്ങനെ നേരെ സെറ്റാക്കി കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ സാധനം എടുത്തിട്ട് നേരെ ശ്രുതിക്ക് അങ്ങോട്ട് ഒരെണ്ണം കൊടുത്തേവാ. എന്റെ വായിലും അങ്ങനെയല്ലേ പുളിച്ചമ്മന്തിയൊക്കെ. നല്ല പുളിയുള്ള നല്ല ചമ്മന്തി പറയാൻ പറ്റുള്ള നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഞങ്ങൾ ആരും നോക്കിയിട്ടില്ല. എനിക്കും വായിൽ ഉണ്ട്. നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. വെക്കുമ്പോ തന്നെ ആ പുളി ഇങ്ങനെ കിട്ടൂലേ വായില്? ഞങ്ങൾ രണ്ടുപേരും അങ്ങാട് കാണുമായിരുന്നു തീർക്കും. എനിക്കൊരു വാരി ദൈവമേ കണ്ണിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടാവൂല. അതാണ് അങ്ങനെ ആ ഒരു പുള്ളി വായി കയറി പിടിക്കുന്നില്ലേ? പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു ഫീലല്ലേ ചമ്മന്തിക്ക്? അതാണ് ഞാൻ ഇങ്ങനെ നിന്നത്. കുറച്ച് കല്ല് നോക്ക് തീർന്നു. അടിപൊളിയാട്ടാ. വീഡിയോയില് കാണിക്കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ടേസ്റ്റ് ഉണ്ടാവുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിട്ടാണ് അങ്ങനെ കാണിച്ചത് അല്ലേ? അത് കഴിയുമ്പോഴാണ് എരിവൊക്കെ കിട്ടണത്. ആദ്യം കിട്ടണ പിന്നെ ഇവിടെയാണ് എരിവിടുന്നത്. ഒന്നും പറയാനല്ല, ഒരു പിടുത്തം പോണൊക്കെ പിടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നോക്കി തിന്നെ ഹാങ് ഓവർ ചോറ് മാറ്റി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോ അതിന്റെ സത്തൊക്കെ എല്ലാം പോയി. സത്തെല്ലാം എല്ലാരും വയറ്റിലെത്തിയിട്ടുണ്ട് ഇപ്പൊ.
ഒരു എരിവ് നന്നായിട്ട് കയറണ്ട. ആ എരിവ് നന്നായിട്ട് വേണ്ടിട്ട് കുരുമുളകും അത് കഴിക്കുമ്പോ എരിവില്ലട്ടാ, കഴിക്കുമ്പോ പുളിയാണ് കിട്ടണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എരിവ് കിട്ടണത്. ഇനി വേണ്ട, ഈ കല്ലിനെ നമ്മള് അപച്ചതയാക്കി. എനിക്കൊന്നും വേണം കുഴത്തത് കൊതിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഞാനെങ്ങനെ അപ്പൊ ഓക്കെ, ഇനിയിപ്പോ കാഴ്ച കണ്ട് കാണാം അല്ലേ. ഇതാരും നിർബന്ധിച്ച പോലെയുള്ള എന്താണ് സുഖം. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിച്ചൊക്കെ കണ്ട് ബാക്കിയെല്ലാം കഴിച്ചിട്ട് കാണാം.